പബ്ലിക് സർവീസ് കമ്മീഷൻ PSCയുടെ വിശ്വാസ്യത തകർന്നു എന്ന ചോദ്യമാണ് വരുന്നത്. അങ്ങ് PSC ചെയർമാനായിരുന്നു. എന്താണ് ഇപ്പോൾ നടക്കുന്ന ഈ ഗുരുതരമായ പ്രശ്നത്തെ പറ്റി അങ്ങയുടെ അഭിപ്രായം? അല്ല, കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഇപ്പോൾ നടക്കുന്നതായി ആരോപിക്കപ്പെടുന്ന കാര്യങ്ങൾ വസ്തുതാപരമായി ശരിയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായൊരു പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അതെ. ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷ എഴുതി പാസ്സായി, ഇൻ്റർവ്യൂവിന് പോയി, റാങ്ക് ലിസ്റ്റ് വന്ന്, അഡ്വൈസ് വന്ന്, നിയമനം ലഭിച്ച ഒരാളാണ്. അന്ന് എനിക്ക് തിരുവനന്തപുരം പരിചയമില്ല. ഞാൻ തിരുവനന്തപുരത്ത് പോയത് PSC ടെസ്റ്റ് എഴുതാനോ പിന്നീട് ഇൻ്റർവ്യൂവിനുമാണ്. അത് കഴിഞ്ഞ് അഡ്വൈസ് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കുമാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. എറണാകുളത്ത് ഒരു ചെറിയ ദ്വീപിൽ ജനിച്ച് ജീവിച്ച എനിക്ക് അന്ന് ഇവരുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അറിയില്ല, എനിക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കണതെന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യത്തിൽ വിശ്വാസ്യത ഉണ്ടായിരുന്നു. ഒരപേക്ഷ വാങ്ങി നമ്മൾ അത് പൂരിപ്പിച്ച് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യോഗ്യനാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്ന അല്ലെങ്കിൽ ജോലി നൽകുന്ന ഒരു സ്ഥാപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന കാര്യത്തിൽ അന്നും വലിയ ഉറപ്പുണ്ടായിരുന്നു. ഇന്ന് കേൾക്കുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ ആ ഉറപ്പ് തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതിന് തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് എന്ന കാര്യത്തിലും എനിക്കൊരു തർക്കമില്ല. അപ്പോൾ അന്ന് ഞങ്ങളെല്ലാം ചോദിച്ചിരുന്നത്, ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ടെസ്റ്റ് ജയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ളതാണ്. കാരണം 16 ലക്ഷം പേര്, 20 ലക്ഷം പേരൊക്കെ LDCയുടെ ടെസ്റ്റ് എഴുതിയിട്ടാണ് അതിൽ നിന്ന് ഒരു പക്ഷേ എല്ലാം കൂടി ഒരു 16,000 പേര് കയറുന്നത്. ഇത്ര ടഫായിട്ടുള്ള ടെസ്റ്റുകൾ. ആ ടെസ്റ്റ് എഴുതി ജയിച്ച് കയറാൻ കഴിയും, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ കയറാൻ കഴിയും ഇങ്ങനൊരു സ്ഥാപനം. ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനായിരുന്നിട്ടുള്ള ഒരാളാണ്. എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻ, ഒരു തർക്കവും നിങ്ങൾ വിചാരിക്കേണ്ട, കേരള പബ്ലിക് സർവീസ് കമ്മീഷനായിരുന്നു. എന്താണ് ഈ വിശ്വാസ്യതയുടെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകളിലെ പബ്ലിക് സർവീസ് കമ്മീഷന് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ്. ആളുകളുടെ അറിവിലേക്കായിട്ട് അതെങ്ങനെയാണെന്നൊന്ന് പറഞ്ഞാൽ, കാരണം ഇനിയിപ്പോൾ ആളുകളൊക്കെ അറിയണം. കേരളത്തിലുള്ള എല്ലാ ഹൈസ്കൂളിൽ നിന്നും, എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും, എല്ലാ കോളേജുകളിൽ നിന്നും, എല്ലാ യൂണിവേഴ്സിറ്റികളിൽ നിന്നും വിവിധ വിഷയങ്ങളിലെ എക്സ്പേർട്ടുകളായിട്ടുള്ളവരുടെ ലിസ്റ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ശേഖരിച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തു നിന്നും, എല്ലാ ജില്ലകളിൽ നിന്നും വരും അത്. അപ്പോൾ ഈ ലിസ്റ്റിൽ നിന്നാണ് ചോദ്യപേപ്പർ ഉണ്ടാക്കാനുള്ളവരുടെ പേര് വിവരം സെലക്ട് ചെയ്യും. ആ സെലക്ഷൻ പ്രൊസീജിയറിൽ 10 പേരെ അല്ലെങ്കിൽ 20 പേരെയോ 100 പേരെയോ എടുത്തു കൊടുക്കുക എന്ന ഉത്തരവാദിത്വം ചെയർമാൻ്റേതാണ്. ആ സെലക്ഷനിൽ ഇവരെ നിയമിക്കും, ഇവരെടുത്തു കൊടുക്കും. ഇനിയിപ്പോൾ ഇതിലൊരു കാര്യമുണ്ട്. ഇപ്പം ചരിത്രം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് 100 മാർക്കിൻ്റെ പരീക്ഷ. ആ 100 മാർക്കിൻ്റെ പരീക്ഷയെ 10 മോഡ്യൂളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ മോഡ്യൂളും ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കും. അയച്ചു കൊടുത്തിട്ട് ഓരോരുത്തരോടും 10 സെറ്റ് ക്വസ്റ്റ്യനും 10 സെറ്റ് ആൻസറും ഉണ്ടാക്കാൻ പറയും. അപ്പോൾ നീ ഇപ്പോൾ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നീ 10 നിനക്ക് ലഭിച്ചിരിക്കുന്ന മോഡ്യൂളിൽ നിന്ന്, അത് 10 മാർക്കിൻ്റെ മോഡ്യൂളാണ്, ആ 10 മാർക്കിൻ്റെ മോഡ്യൂളിനെ കുറിച്ച് നീ 10 ചോദ്യങ്ങൾ വീതമുള്ള 10 എണ്ണം ഉണ്ടാക്കണം. എന്നുവെച്ചാൽ 100 ചോദ്യം ഉണ്ടാക്കണം, 100 ഉത്തരം ഉണ്ടാക്കണം. ഇത് 10 എണ്ണമാക്കി വിവിധ കവറുകളിലാക്കി നീ തന്നെ സീൽ ചെയ്യണം, വേറെ ആരുമല്ല. സീല് ചെയ്ത് നീ അതിന് നമ്പർ ഇട്ട് ഈ 10 എണ്ണം വേറൊരു കവറിലെ ഓരോന്നും സീൽ ചെയ്ത്, ചോദ്യം സീൽ ചെയ്ത്, ഉത്തരം സീൽ ചെയ്ത്, ഓരോന്നും സീൽ ചെയ്ത്, ഇത് 10 എണ്ണവും കൂടി 10 എണ്ണവും കൂടി 10 ചോദ്യം ഒരു കവറിലാക്കി, 10 ഉത്തരം വേറൊരു കവറിലാക്കി, അത് സീൽ ചെയ്ത്, ഇത് രണ്ടും കൂടി ഒരു കവറിൽ സീൽ ചെയ്ത് PSCയിലേക്ക് രജിസ്റ്റേർഡ് പോസ്റ്റിൽ അയക്കണം. അപ്പോൾ
ഇത് വന്നു കഴിഞ്ഞാലേ അപ്പൊ ശരിക്ക് ഒരു വിഷയത്തെക്കുറിച്ച് എത്ര ചോദ്യങ്ങൾ വരുന്നുണ്ട്? 10 മോഡ്യൂൾ. അപ്പോൾ ഒന്നിനും 1000 ചോദ്യം വരുന്നു. 10 പേര് 100 വീതം 10 പേര്. അപ്പൊ അതിൽ ഈ ഒന്നാമത്തെ മോഡ്യൂളിൽ കിട്ടിയിരിക്കുന്ന ചോദ്യങ്ങൾ, അത് 10 പേരും കൂടെ അയക്കണമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വരും. ഈ ചോദ്യങ്ങൾ എല്ലാം നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ടല്ല, ആ 1 മുതൽ 10 വരെയുള്ള നമ്പർ ഇങ്ങനെ കുലുക്കും. അത് 10 പേരെ അടച്ചിട്ടെങ്കിൽ 10 പേരും 1, 2, 3 എന്നാണല്ലോ. ലോട്ട് ഇട്ടിട്ട് എടുക്കണം. ആ ലോട്ട് ഇട്ട് ഇത് എടുക്കുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ സെക്രട്ടറിയാണ്. അതിന് ആരൊക്കെ സാന്നിധ്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോളർ ഓഫ് എക്സാമിനേഷനും 2 സീനിയർ ഉദ്യോഗസ്ഥരും, അഡീഷണൽ സെക്രട്ടറിയുടെ റാങ്കുള്ള 2 ഉദ്യോഗസ്ഥരും സാക്ഷികളായിട്ട് നിന്നിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പം ഇതിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾ എടുത്തിട്ട് ഇതിൻ്റെ മിനിറ്റ്സ് തയ്യാറാക്കും. ഈ ചോദ്യങ്ങൾ എടുത്തിട്ട് നേരെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കവറിലാക്കി സീൽ ചെയ്യും. ഈ സീൽഡ് കവർ വേറൊരു കവറിലാക്കി സീൽ ചെയ്തിട്ട് നേരെ സെക്യൂരിറ്റി പ്രസിലേക്ക് അയച്ചു കൊടുക്കുക. അപ്പം ഈ ചോദ്യകർത്താവ് വിട്ട ചോദ്യം കാണുന്നത് സെക്യൂരിറ്റി പ്രസ്സുകാരാണ്. പബ്ലിക് സർവീസ് കമ്മീഷനിൽ ആരും കാണില്ല. ഈ സെക്യൂരിറ്റി പ്രസ്സുകാർ ഇത് ഓരോ ടെസ്റ്റ് ബുക്ക്ലെറ്റ് ആയിട്ട് അടിക്കും. ടെസ്റ്റ് ബുക്ക്ലെറ്റ് എന്നാ പറയണ, അത് സീൽ ചെയ്തിട്ടുണ്ടാകും. അങ്ങനത്തെ 20 ടെസ്റ്റ് ബുക്ക്ലെറ്റുകൾ ഒരു കവറിലാക്കി സീൽ ചെയ്യും. ഈ കവറാണ് പരീക്ഷാ ഹാളിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത്. പരീക്ഷാ ഹാളിൽ വെച്ച് പരീക്ഷാർത്ഥികളുടെ സാന്നിധ്യത്തിൽ ഈ കവർ പൊട്ടിക്കും, അവരുടെ ഒപ്പിട്ട് മേടിക്കും. അതിനകത്തുള്ള സംവിധാനമുണ്ട്, ഒപ്പിട്ട് മേടിക്കും. ഇതാണ് ഇതിൻ്റെ രീതി. അപ്പൊ ഇത് കാരണം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ തെറ്റ് വന്നാൽ ഉത്തരവാദി ആരാണ്? PSC അല്ല, ചോദ്യം ഉണ്ടാക്കിയേക്കുന്ന ആളാണ്. ചിലപ്പോൾ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്, പലപ്പോഴും വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ അങ്ങനെ 10 എണ്ണം വരെയിൽ കുഴപ്പമുണ്ടെന്ന് വെക്കുക. ചിലപ്പോൾ ഉത്തരങ്ങൾ തെറ്റിപ്പോവും. ഈ ബഹുമാനപ്പെട്ട എക്സ്പേർട്ട് തരുന്ന ഉത്തരം തെറ്റായിരിക്കും. അങ്ങനെ തെറ്റായിട്ടുള്ള 10 വന്നിട്ടുണ്ടെങ്കിൽ ആളുകൾ പരാതി അയക്കുമല്ലോ. ഈ പരാതികളെല്ലാം ക്ലാസിഫൈ ചെയ്യും, ഏത് ചോദ്യത്തെക്കുറിച്ചാണെന്ന്. അത് എന്നിട്ട് ഒരു വിദഗ്ധ സമിതിക്ക് കൊടുക്കും, സബ്ജക്റ്റ് എക്സ്പേർട്ടുകളുടെ. അവർ പരിശോധിച്ചിട്ട് ഇന്ന ഉത്തരങ്ങൾ ശരിയാണ്, ഇന്ന ഉത്തരങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു തരും. ആ റിപ്പോർട്ട് PSC അംഗീകരിച്ചുകൊണ്ട് ബാക്കി എത്ര ചോദ്യങ്ങൾ വരുന്നുണ്ടോ, അപ്പോൾ ചിലപ്പോൾ 95 ചോദ്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ മൊത്തം മാർക്ക് 95-ൽ ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണ് മാർക്ക് ഇടുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു രീതി. 10-ൽ കൂടുതലാണെന്ന് വെക്ക്, ആ പരീക്ഷ ക്യാൻസൽ ചെയ്ത് കളയും, ഇത് വേറെ പരീക്ഷ നടത്തും. അപ്പോൾ ഈ സന്ദർഭത്തിലും ഇത് കാണുന്നില്ല. ഇനി ഇത് കഴിഞ്ഞാൽ 99% ഉത്തരക്കടലാസുകളും ഇലക്ട്രോണിക് ഇവാലുവേഷനിലാണ് പോകുന്നത്. മെഷീനാണ് വാല്യൂ ചെയ്യുന്നത്. ഞാൻ PSC ചെയർമാൻ ആയിരുന്ന കാലത്താണ് ആ മെഷീൻ ഇവാലുവേഷൻ സിസ്റ്റം കൊണ്ടുവന്നത്. അതിൻ്റെ എറർ ചാൻസ് 5000-ൽ 1ആണ്. പക്ഷേ ഡബിൾ വാല്യുവേഷൻ ഉണ്ട്. ഈ ഡബിൾ വാല്യുവേഷനിൽ ക്ലീൻ ആയിട്ട് വരുന്നതാണ് എടുക്കുന്നത്. അപ്പം ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിന് സെപ്പറേറ്റ് സെൻറ്റർ ഉണ്ട്. ഇനി ഇതിൽ ഈ പരീക്ഷാ വിഭാഗത്തിലേക്കും ഇവാലുവേഷൻ സെക്ഷനിലേക്കും പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ അടക്കം ആർക്കും പ്രവേശനമില്ല. ബഹുമാനപ്പെട്ട ചെയർമാൻ കയറണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കയറണം എന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ്റെ അനുവാദത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം തമ്പ് ഇംപ്രഷൻ വെച്ച് തുറന്നിട്ട് അതിനകത്ത് കയറാൻ പറ്റും. ആ പരിപാടി അത് മുഴുവൻ ഇതുണ്ട്, CCTV ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇതാണ് ബയോമെട്രിക് സിസ്റ്റത്തിലാണ് അത് ലോക്ക് ചെയ്തിരിക്കുന്നത്. 14 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് ഈ സാധനം ഇരിക്കുന്നത്. അവിടെ അകത്ത് ജോലി ചെയ്യുന്നവർക്കെല്ലാം യൂണിഫോം ഉണ്ട്. അവർക്കെല്ലാവർക്കും മ്യൂസിക് സിസ്റ്റത്തിൽ പാട്ടും കേട്ടിട്ടും ജോലി ചെയ്യുക. കാരണം ഇത് വളരെ മെക്കാനിക്കലായിട്ടുള്ള ജോബാണ്. ഇതാണ് അതിൻ്റെ രീതി. അതുകൊണ്ടാണ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷയുടെ വിശ്വാസ്യത നിലനിന്നത്. നീറ്റുകാർക്കും ഈ സിസ്റ്റം അവലംബിക്കാവുന്നതാണ്. ഇത് ഈ സിസ്റ്റത്തിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പിന്നെ ഇത് ആകെ കാരണം എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർക്ക് ക്വസ്റ്റ്യൻ ലീക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അറിയില്ല ഏത് ക്വസ്റ്റ്യൻ വരുമെന്ന് അറിയില്ല. അത് തന്നെയല്ല,
10 ചോദ്യത്തിന്റെ ഒരു മോഡ്യൂളിൽ 100 ചോദ്യങ്ങൾ ഇവൻ ഉണ്ടാക്കി കൊടുത്തെന്ന് വെച്ചു. അതെ. ആ 100 ചോദ്യങ്ങളിൽ ഒരു കുട്ടി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഓട്ടോമാറ്റിക്കായിട്ട് ജയിച്ചു പോകും. അതെ. കാരണം ആ മോഡ്യൂളിൽ ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം അതിനകത്ത് വന്നിരിക്കുമല്ലോ. അതെ. അപ്പൊ അതുകൊണ്ട് അതാണ്. പക്ഷേ ഈ സിസ്റ്റം ഇപ്പോൾ തകിടം മറിഞ്ഞിരിക്കുന്നു എന്നാണ് ആക്ഷേപം വരുന്നത്. ഇവർക്ക് ഇപ്പോൾ ഇതിനകത്ത് 10 ചോദ്യങ്ങൾ ഒഴിവാക്കി, 58 മാർക്കിന്റെ 10 ചോദ്യങ്ങൾ ഒഴിവാക്കി. ഇവർക്ക് പറഞ്ഞാൽ മതിയല്ലോ, 10 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ആ ചോദ്യങ്ങളുടെ ചോദ്യവും ഉത്തരവും ശരിയല്ല എന്ന് എക്സ്പേർട്ട് കമ്മിറ്റി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒഴിവാക്കി. ബാക്കിയുള്ളതിനാണ് ഞങ്ങൾ ഇവാലുവേഷൻ നടത്തിയിരിക്കുന്നത്. ബാക്കി മാർക്കിനുള്ളതിനനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കിതിൽ ബന്ധമില്ല. പക്ഷേ PSC അത് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇത് പുറത്തു വന്നപ്പോൾ ഈ 10 ചോദ്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഇവാലുവേഷൻ നടത്താം എന്നാണ് പറയുന്നത്. അത് സംശയം ജനിപ്പിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ല എന്നുണ്ടെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 10 ചോദ്യങ്ങൾ ആദ്യം ഒഴിവാക്കിയത്? അതിനൊരു ഉത്തരം കേരള സമൂഹത്തോട് ഇവർ പറയേണ്ടി വരും. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കി ഈ 10 ചോദ്യങ്ങൾ പറയേണ്ടി വരും. ഇതുവരെ PSC അതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ വളരെ ആർബിറ്റററി ആയിട്ട് ഈ ചോദ്യങ്ങൾ ആരോ ഒഴിവാക്കിയിരിക്കുന്നു. ആ ഒഴിവാക്കാൻ തീരുമാനമെടുത്തത് ആരാണ്, എന്തിൻ്റെ പേരിൽ ഒഴിവാക്കി, മറുപടി കിട്ടണം. ഇതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ, അതിൽ ജോലി കിട്ടിയിരിക്കുന്നവര് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക യൂണിയന്റെ നേതാക്കളാണ് എന്നുള്ളതാണ്. യൂണിയൻ നേതാക്കളായതുകൊണ്ട് അവർക്ക് ജോലി കിട്ടാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഒരിക്കലും പറയുന്നില്ല. പക്ഷേ 10 ചോദ്യങ്ങൾ ഒഴിവാക്കി നടത്തിയ ഇവാലുവേഷനിലും ഇന്റർവ്യൂവിലും ഒക്കെ കൂടി നോക്കുമ്പോൾ അവർക്ക് ജോലി കിട്ടിയത് നേരായ മാർഗത്തിലാണ് എന്ന് കരുതാൻ ആവശ്യമായ തെളിവില്ല. 2019 ഒരു കുട്ടിക്ക് ഇന്റർവ്യൂവിന് കൊടുത്ത മാർക്കിനെ കുറിച്ച് ഇപ്പൊ പരാതി വന്നിട്ടുണ്ട്. 40 മാർക്കിൽ 11 കൊടുത്തു എന്നാണ്. ഞങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷൻ ഭരിക്കുന്ന കാലത്ത് ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കുട്ടി ഇന്റർവ്യൂവിന് വരെയാണെങ്കിൽ, ടെസ്റ്റ് എഴുതി ജയിച്ചിട്ടാണല്ലോ ഇന്റർവ്യൂവിന് വരുന്നത്, അത്രയും നമ്മൾ അംഗീകരിക്കണമല്ലോ. ആ ഇന്റർവ്യൂവിന് വരെയാണെന്നുണ്ടെങ്കിൽ വെറും അറ്റൻഡ് ചെയ്ത 8 മാർക്കുണ്ട് 20. പിന്നെ ഒരു സ്കെയിലുണ്ട്, അത് 13 വരെയാണ് നോർമൽ. 8നും 13നും ഇടയിലാണ് മാർക്കുകൾ വരിക. പക്ഷേ വരുന്ന ഒരു ഉദ്യോഗാർത്ഥി എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ്റ് ആണെങ്കിൽ 14 15 കൊടുക്കും. അത് അത്യപൂർവമാണ്. ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ 40 മാർക്കില് ഇന്റർവ്യൂവിൽ 11 മാർക്ക് കൊടുത്തു. 4 4 8 8 16 മാർക്ക് മിനിമം കൊടുക്കേണ്ടതാണ്. ആ 16 മാർക്ക് കൊടുക്കാതെ 11 മാർക്ക് കൊടുത്തിരിക്കുന്നു. അതാണെങ്കിൽ റിട്ടൺ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടിക്ക്. അപ്പൊ റിട്ടൺ ടെസ്റ്റിൽ ഏറ്റവും അധികം മാർക്ക് കിട്ടിയ കുട്ടിക്ക് ഇന്റർവ്യൂവിൽ കുറച്ച് കൊണ്ടുവന്ന് ആ 8 13 എന്ന സ്കെയില് പോലും മാറ്റി വെച്ചിട്ട് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 11. അത് ഗുരുതരമായ ലംഘനമാണ്. പബ്ലിക് സർവീസ് കമ്മീഷന്റെ വിശ്വാസ്യത നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ അനുസരിച്ചിട്ടാണ്. കുറേ കാര്യങ്ങൾ ഇത് ഞങ്ങൾ ആരും എഴുതി വച്ചിട്ടില്ല. പക്ഷെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ യോഗത്തിൽ ഞങ്ങൾ എടുത്ത ഒരു തീരുമാനമാണ്. അത് മെമ്പർമാരും ചെയർമാനും കൂടി എടുത്തൊരു തീരുമാനമാണ്. നമ്മൾ ഇത്രയും നിർത്തണം. കാരണം നമ്മൾ അതിൽ കൂടുതൽ റിട്ടൺ ടെസ്റ്റിന് ഉയർന്ന മാർക്ക് കിട്ടി വന്ന ഒരു കുട്ടിക്ക് ഇന്റർവ്യൂവിന്റെ തോതിൽ മാത്രം അയാൾക്ക് ആ ജോലി കിട്ടാതെ പോകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എടുത്തതാണ്. ആ കീഴ്വഴക്കം ആരോ മറികടന്നിട്ടുണ്ട് 19 ആ കീഴ്വഴക്കം മറികടക്കാനുള്ള കാരണം എന്ത് എന്ന് അത് കീഴ്വഴക്കം മറികടന്നവർ ലോകത്തോട് പറയണം. ഈ 2 കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പബ്ലിക് സർവീസ് കമ്മീഷന്റെ നടത്തിപ്പിൽ എന്തോ കാര്യമായ തകരാറ് സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം.
അതായത് പബ്ലിക് സർവീസ് കമ്മീഷനെ സാധാരണഗതിയിൽ ആരെയും ഭയക്കേണ്ടതില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കാൻ കഴിയും. ഒരു രാഷ്ട്രീയ സമ്മർദ്ദവും അതിനകത്ത് വിലപ്പോവാൻ പാടില്ലാത്തതുമാണ്. പക്ഷേ പരീക്ഷകൾക്ക് ഈ പറയുന്ന സാർ പറഞ്ഞത് ശരിയാണ്. ക്ലാസ്സുകൾ ചോരുന്ന പോലുള്ള പ്രശ്നങ്ങൾ കേരള PSC യിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ ചോദ്യപരീക്ഷ ഈ പറയുന്ന ചോദ്യപേപ്പർ പരീക്ഷ ഹാളിൽ കിട്ടുമ്പോൾ അതിനകത്ത് ക്രമക്കേട് നടത്തിയിട്ടുണ്ട്. അതായത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥിയായിട്ടുള്ള 2 പേർ കോളേജിലെ പരീക്ഷകളെല്ലാം പരാജയപ്പെട്ടവർ PSCയുടെ ലിസ്റ്റുകളിൽ ഏറ്റവും ഉയർന്ന റാങ്കുകളിൽ കയറി പറ്റുന്നു, പ്രത്യേകിച്ച് പോലീസ് പോലുള്ള സേനകളിലേക്ക്. അപ്പോൾ അത് ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. അത് പിടിച്ചു. ആ PSCയുടെ യഥാർത്ഥത്തിലുള്ള ഇൻവിജിലേറ്റേഴ്സ് ആരാണെന്ന് അറിയാമോ? അവിടെ വന്നു നിൽക്കുന്ന ഒരു മാഷല്ല, ഈ പരീക്ഷ എഴുതാൻ വേണ്ടി വന്നവരാണ്. അതെ. ഒരാൾ ക്രമക്കേട് നടത്തുകയാണെങ്കിൽ കൃത്യമായിട്ട് ആ ക്രമക്കേട് നടത്തി എന്ന് പറഞ്ഞിട്ട് എഴുതും. അങ്ങനെ ഒരു സംഭവം ഞാനിരിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നാണ് ഒരു മാനേജ്മെന്റ് സ്കൂളിൽ. പിന്നെ ആ മാനേജ്മെന്റ് സ്കൂളിൽ നമ്മൾ മാറ്റി അവിടെ നിന്ന്. അപ്പോൾ അതിൻ്റെ മാനേജർ ഹെഡ്മാഷ ഇൻവിജിലേറ്ററായിട്ട് ചെന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ എഴുതുന്ന ഹാളിൽ എന്നിട്ട് ഭാര്യയ്ക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്തു. മറ്റുള്ളവരെല്ലാം കൂടി പിടിച്ച് അത് ക്യാൻസൽ ചെയ്തു. ഞാനാ ക്യാൻസൽ ചെയ്തു. വേണ്ട, അവിടെ പരീക്ഷ വേറെ നടത്തി. കാരണം ഇത് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഡീബാർ ചെയ്യുകയും ചെയ്തു. പിന്നെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ മേൽ അങ്ങനെ രാഷ്ട്രീയ സമ്മർദ്ദം വരില്ല, സാധാരണഗതിയിൽ വരാറില്ല. പിന്നെ രാഷ്ട്രീയക്കാർ ശുപാർശ പറയും, അത് നമ്മൾ കേൾക്കും, അത്രയില്ല. ചെയ്യാൻ പറ്റുന്നതിൽ പറ്റില്ലല്ലോ അതിനകത്ത്. ഇത് ഇന്റർവ്യൂ അല്ലേ? ഇന്റർവ്യൂ നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ട് പോവുകയല്ലേ. അതിനകത്ത് PSC മെമ്പർ മാത്രമല്ല, അല്ലെങ്കിൽ PSC ചെയർമാൻ മാത്രമല്ല ഉള്ളത്, ഡിപ്പാർട്ട്മെന്റ് നോമിനിയുണ്ട്, എക്സ്പേർട്ട് ഉണ്ട്. അപ്പൊ ഇവരെല്ലാം കൂടി ഇരുന്ന് ചെയ്യുന്നതല്ലേ. ഒരാള് വളരെ മോശം ഒരു കാൻഡിഡേറ്റ് വന്നിട്ട് ആ കാൻഡിഡേറ്റിനെ ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുക്കണമെന്ന് ആർക്ക് പറയാൻ പറ്റും? അപ്പൊ ആ ഇന്റർവ്യൂ ബോർഡിന്റെ ഒരു നോമും സ്റ്റാൻഡേർഡും അനുസരിച്ച് അങ്ങോട്ട് ഇന്റർവ്യൂ പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ മറികടന്ന് ഇത് വന്നിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ രീതിയിലുണ്ടെങ്കിൽ, അത് ഗുരുതരമായ ഒരു കുറ്റമാണ്. എന്താ കാര്യം എന്ന് വെച്ചാല്, നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും നിസ്സഹായരായ മനുഷ്യരുടെ അവസാനത്തെ പ്രതീക്ഷയാണ് PSC. അതിനെ തകർക്കാൻ ശ്രമിക്കുന്നവരും തകർക്കാൻ ശ്രമിച്ചവരും ആരായിരുന്നാലും അവരെ ഗുരുതരമായ കൃത്യവിലോപം നടത്തിയിരിക്കുന്ന, അവരെ അന്വേഷണം നടത്തി അവർക്കെതിരെ കേസെടുത്ത് ശിക്ഷിക്കുക തന്നെ വേണം. അതിനകത്ത് ഒരു ഇതും കൊടുക്കരുത്. ഒപ്പം പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഇപ്പോൾ വരുന്ന 2 സ്ട്രീമാണ്. ഒന്ന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ സ്ട്രീം, 2 പബ്ലിക്കിൻ്റെ. ഈ പബ്ലിക്കിൻ്റെ സ്ട്രീമിൽ വേണമെന്നില്ലട്ടാ, പക്ഷെ ഇവിടെ ഉണ്ടത് 50-50 എന്ന നിലക്കാണ് പോകുന്നത്. ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ നിലക്ക് വരുമ്പോഴേക്കും LD ക്ലാർക്കുമാരെ വരെ ഇതിനകത്തേക്ക് വിടുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യം ഞാൻ പറയാം. അവിടെ ഇപ്പോൾ കോളേജിൽ നിന്ന് ഒരു പ്രൊഫസർ വന്നോന്നുണ്ടെങ്കിൽ വൈസ് ചാൻസലർ ആകാൻ യോഗ്യതയുള്ളതോ വൈസ് ചാൻസലർ ആയിരുന്നവരെയാണ് അവരെടുത്ത് വെക്കുക, മെമ്പറാക്കി വെക്കുക. DGP റാങ്കിലെത്തിയ ഒരു ഉദ്യോഗസ്ഥനായിരിക്കും പോലീസിൽ നിന്ന് എടുത്തു വെക്കുക, അല്ലാണ്ട് ഒരു സബ് ഇൻസ്പെക്ടർ എടുത്തു വെക്കില്ല. പിന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിലെത്തിയ IAS-കാരനെയാണ് ഇതിനകത്ത് എടുത്തു വെക്കുക. അതുപോലെ ഈ മേജർ ജനറൽ എന്നൊക്കെ പറഞ്ഞ റാങ്കിലെത്തിയ മിലിറ്ററിക്കാരെയൊക്കെ എടുത്തു വെക്കാറുണ്ട്. ജുഡീഷ്യറിയിൽ നിന്നാണെങ്കിൽ മിനിമം സെലക്ഷൻ ഗ്രേഡ് ഡിസ്ട്രിക്ട് ജഡ്ജ് ആയിരിക്കണം. ഇതാണ് അവസ്ഥ. ഇവിടെ 10ാം ക്ലാസ് മാത്രം പഠിച്ചിട്ടുള്ളവരെ മെമ്പർമാരാക്കുകയും മെഡിക്കൽ കോളേജിലെ തൊറാസിക് സർജന്റെ ഇന്റർവ്യൂവിൽ അവർ ചെയർ ചെയ്യുകയും ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ നിയമനം സംബന്ധിച്ച് ഇതുവരെ ചട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്തായിരിക്കണം എന്നത് സംബന്ധിച്ച് നിർദ്ദേശിച്ചിട്ടില്ല. ബാക്കി എല്ലായിടത്തും ഗൈഡ് ലൈൻസ് ഉണ്ട്, ഇതിന് ഗൈഡ് ലൈൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് അടിയന്തരമായി ഈ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളുടെ സേവന വേതന വ്യവസ്ഥകളൊക്കെ നിർദ്ദേശിക്കുന്ന ഒരു നിയമനിർമ്മാണം, ചട്ടങ്ങൾ ഉണ്ടാക്കാൻ ഗവൺമെന്റ് പരിശ്രമിക്കുകയും വേണം. ഇല്ലെങ്കിൽ ഇത് കൈവിട്ടു പോകും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം
നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.